ചിക്കനും ചേമ്പും പടവലയും കഴിച്ചിട്ടുണ്ടോ? സുഖമായി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരുണ്ടാവും. അവർക്കൊന്നും ഈ മസാലക്കറികളൊന്നും അധികം കൊടുക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ. നമസ്കാരം. അപ്പം ഞാനിവിടെ കോവിഡൊക്കെ കഴിഞ്ഞു, നല്ല സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ ഫേസ്ബുക്കിൽ വന്നാലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും എല്ലാവരും ചോദിക്കും സുഖമായോ ചോദിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്, എൻ്റെ ഫേസ്ബുക്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ അപ്പം നമ്മുടെ യൂട്യൂബിൽ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ചിക്കനും ചേമ്പും പടവലയും കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര നല്ലതാണ്, മസാലയൊന്നും ചേർക്കാത്തൊരു കറിയാണ്. നമുക്ക് അസുഖമായി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരുണ്ടാവും. അവർക്കൊന്നും ഈ മസാലക്കറികളൊന്നും അധികം കൊടുക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവില്ലേ? അവർക്കുണ്ടാക്കി കൊടുക്കാൻ, കുട്ടികൾക്ക് കൊടുക്കാൻ എല്ലാം നല്ലൊരു കറിയാണിത്. ചിക്കനും ചേമ്പും പടവലങ്ങയും. അതിൽ മസാലയെ ചേർക്കുന്നില്ല കേട്ടോ. പെരുംജീരകം മാത്രം ചേർക്കുന്നുണ്ട്. പെരുംജീരകം അങ്ങനത്തെ കുരുമുളക് ഒക്കെയുള്ളൂ. അല്ലാതെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ചേമ്പ് പടവലങ്ങ കറി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ ഒരിത്തിരി മല്ലിയില വിതറണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ വേണ്ടത്? നീർദോശ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശയാണ്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. മലപ്പുറം ജില്ലയിൽ കലക്കി ചുട്ടപ്പം പറയും. അപ്പോൾ ഇത് ബാംഗ്ലൂർ പറയുന്നത് നീർദോശ എന്നാണ്. എറണാകുളത്ത് എന്താ പറയുന്നറിയില്ല.
അതിലേക്ക് ശരിക്കും ഒരു പച്ചരി മാത്രം തലേന്ന് വെള്ളത്തിലിട്ട് ആട്ടി വെച്ചാൽ മിക്സിയിലിട്ടിട്ട് അടിച്ചു വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് ജീരകമാണ് ഇട്ടിട്ടുള്ളത്, നല്ല ജീരകം. പിന്നെ വേണ്ടത് നാളികേരം കുറച്ചിടും. പിന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരുപാട് ഇടണ്ട, കുറച്ച്. ഭയങ്കര രുചിയാണിത് കഴിക്കാൻ. എത്ര കഴിച്ചാലും മതിയാവില്ലത്. വളരെ നേരെയായിട്ടാണ് ചുട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ലൂസായിരിക്കണം. നല്ല ലൂസായിട്ടാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. നമ്മൾ ദോശ പോലെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കാൻ പാടില്ല. ഇത് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ അതങ്ങോട്ട് പടർന്നങ്ങോട്ട് പോണത്, അങ്ങനെയാണ് ഇതുണ്ടാവുക. അല്ലാതെ നമ്മൾ ഭയങ്കര ഷേപ്പൊന്നും ഈ ഒരു ദോശയ്ക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. ഇത് അത് വിചാരിച്ച ലെവലിൽ അതങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഈ പിന്നെ കലക്കിച്ചുട്ടപ്പം, നമ്മുടെ നീർദോശ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ നെയ്യും പിന്നെ കുറച്ച് നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നെയ്യിൻ്റെ. പിന്നെ ചട്ടിയിൽ പിടിക്കാതിരിക്കാനാണ്, ചട്ടിയുടെ അടി പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു സവാള മുറിച്ചിട്ട് ഇതുപോലെ ചൂടോട് കൂടി ഒന്നങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി. കണ്ടോ, ദോശ ഭയങ്കര ഷേപ്പൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഇത്. പക്ഷേ മക്കളെ, ഇതൊന്ന് കഴിച്ച് നോക്കണമില്ല. എത്ര കഴിച്ചാലും മതിയാവില്ല. എൻ്റെ വീട്ടിൽ പോണ സമയത്ത് എൻ്റെ നാത്തൂന് സ്ഥിരം ഉണ്ടാക്കലുണ്ട് ഈ കലക്കി ചുട്ടപ്പം. ചെറുപ്പകാലത്തൊക്കെ ഉമ്മയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇടയ്ക്കിത് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാം, പിന്നെ ബീഫ് കറിയുടെ കൂടെ കഴിക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ചട്നി കൂട്ടിയിട്ടും ഈ ദോശ കഴിക്കാൻ പറ്റും, ഈ നീർദോശ. കണ്ടോ, ഇതിങ്ങനെ ഒരു ഡിസൈൻ പോലെ ഇതിങ്ങനെ കണ്ടോ, ഫുള്ളിങ്ങനെ പിടിച്ചാൽ നമ്മൾ ആകാശം അപ്പുറത്ത് കാണും. പിന്നെ നമുക്ക് കഴിക്കാം. എല്ലാം റെഡിയായി കഴിഞ്ഞു. നന്നായിട്ടങ്ങ് കഴിക്കാം. ഞാനൊരു സുലൈമാനി കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കൂട്ടി അങ്ങ് കഴിക്കാൻ പോവാം.